സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ്. ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി. ബാച്ചിനെ വർദ്ധിപ്പിക്കില്ല, ഈ അനാവശ്യമായ സമരങ്ങളാണ് നടക്കുന്നത്, മലപ്പുറത്ത് അത്ര വലിയ പ്രശ്നമില്ല അത് പിന്നെ അതെന്താ അങ്ങനെ പറഞ്ഞത് അറിഞ്ഞൂടാ. പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം, അറിയാത്ത ആരുമില്ല. കാരണം അത്രയധികം ആയിരക്കണക്കിന് സീറ്റുകളല്ലേ കുറവ്. എന്നിട്ട് പ്രതിസന്ധി ഇല്ല എന്ന് കണ്ണടച്ചങ്ങ് ഇരുട്ടാക്കിയേ പറ്റും. അത് ശരിയല്ല. വലിയ പ്രതിസന്ധിയാണ്, ചെറിയ പ്രതിസന്ധിയല്ല, വൻ പ്രതിസന്ധിയാണ്. അതുകൊണ്ട് +2 ബാച്ചുകൾ ഇത്തവണ ഇല്ല എന്ന് കൊടുക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായും ന്യായമല്ല, ശരിയല്ല. അദ്ദേഹത്തെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഞങ്ങൾ ശ്രമിച്ചു. പക്ഷേ അത് തന്നെ അതിൽ ഉറച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെതിരായി വളരെ ശക്തമായ പ്രക്ഷോഭം തന്നെ വേണ്ടിവരും. പഠിക്കുക എന്നുള്ളത് കുട്ടികളുടെ അവകാശമാണ്, ആരുടെയും ഔദാര്യമല്ല, അവകാശമാണ്. അതിന് സീറ്റുകൾ ഗവൺമെന്റ് കൊടുത്തേ പറ്റൂ. ആ പ്രശ്നം ഞങ്ങൾ വളരെ ഗൗരവമായിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും നിലപാട് തീർച്ചയായിട്ടും തിരുത്തണം. ഇക്കാര്യത്തിൽ നിലപാട് തിരുത്തണം. കാരണം അധിക ബാച്ചുകൾ കൊണ്ടേ പറ്റുള്ളൂ. അത്ര അധികം കുട്ടികളാണ് പാസ്സായി നിൽക്കുന്നത്. അവരൊക്കെ ഒന്നും ഇല്ലാതാവൂലേ? ഭാവി ഉറപ്പുവരുത്തി ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം. ഇതൊക്കെ പറയുമ്പോഴും നിങ്ങളെ ഉന്നയിക്കുന്നതൊക്കെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ആരോപണങ്ങളാണ്. ഇതിനൊന്നും വലിയ കാമ്പില്ല എന്നുള്ളതാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് പ്രതികരണം. കാമ്പുണ്ടോ ഇല്ലയെന്ന് നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിച്ചാൽ മതി. മീഡിയക്ക് ഇവിടെ പരിശോധിക്കാലോ. എത്ര കുട്ടികൾ പാസ്സായി, എത്ര കുട്ടികൾക്ക് A+ ഉണ്ട്, എത്ര പിന്നെ അവർക്ക് സീറ്റ് അവൈലബിൾ ആണ്, ഇപ്പോൾ ഉള്ള ബാച്ചുകളിൽ എത്ര കുട്ടികൾ ഇരുന്ന് പഠിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ തന്നെ പരിശോധിച്ചാൽ മന്ത്രി ഉന്നയിക്കുന്ന ഒരു പ്രധാന കാര്യം ഈ +1 സീറ്റുകൾ മാത്രമല്ല, ഈ ITI സീറ്റുകൾ, ഡിപ്ലോമ സീറ്റുകൾ, ഇതുപോലത്തെ കോഴ്സുകളും കൂടി പരിഗണിച്ചുകൊണ്ട് മന്ത്രി ഇവിടെ തുല്യമായിട്ടുള്ളത് അത് പണ്ടേ അവർ ചെയ്യുന്ന ഒരു പണിയാണ്. കുറേ പിന്നെ ഇതുപോലുള്ള അവിടെ സീറ്റുണ്ട്, ഇവിടെ സീറ്റുണ്ട്, പിന്നെ പാരൽ കോളേജിലുണ്ട്, അൺഎയ്ഡഡിലുണ്ട്, ITയിലുണ്ട്. അങ്ങനെയാണോ പറയേണ്ടത്? അതായത് ബാക്കി ജില്ലകളിൽ സീറ്റുള്ള ജില്ലകളിലൊക്കെ കുട്ടികൾക്ക് നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് അവർ ഇഷ്ടപ്പെട്ട കോഴ്സിൽ ചേരാം എന്നിരിക്കെ ഇവിടെ കുട്ടികൾ എവിടെയെങ്കിലുമൊക്കെ പഠിച്ചാൽ മതി എന്ന് ഗവൺമെന്റ് പറയുന്നത് ന്യായമാണ്. ഇതില്ലാത്ത സ്ഥലത്ത് പിന്നോക്ക ജില്ലകളിലെ പല ഭാഗത്തും പ്രത്യേകിച്ചും അതുപോലെ തന്നെ ഇടുക്കിയിലൊക്കെ ഉണ്ട്. പ്രാദേശികമായി പറയല്ല, പ്രാദേശികമായി പറയുന്ന ആളുകളുമല്ല ഞങ്ങൾ. പക്ഷെ പഠിക്കാൻ സീറ്റില്ലാതെ ഇത് ഉന്തിത്തള്ളി കൊണ്ടുപോകൽ തുടങ്ങിയിട്ട് വർഷം കുറയായി. ഈ നിസ്സംഗ ഭാവം ഗവൺമെന്റ് ഈ 2ാം പ്രാവശ്യവും ഇടതുപക്ഷ ഗവൺമെന്റ് വന്നപ്പോൾ 5 കൊല്ലം കഴിഞ്ഞ് പിന്നെ കാര്യങ്ങളൊന്നും നോക്കി അതിനനുസരിച്ച് സീറ്റ് അനുവദിക്കേണ്ടത് അവരെ കടമയായിരുന്നു. അതവർ ചെയ്തിട്ടില്ല. ഇപ്പോഴും തുടരുകയാണെന്നുണ്ടെങ്കിൽ വലിയ ദുരന്തം ഉണ്ടാവും. ഒരുപാട് കുട്ടികൾ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് കുട്ടികൾ പുറത്തേക്ക് പോകുന്നതൊക്കെ. പഠിക്കാൻ അവസരം കൊടുക്കില്ല. അവരെ ഏതെങ്കിലും മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ എവിടെയെങ്കിലും കുട്ടികൾ പോയി പഠിക്കാതിരിക്കുമോ? അതായത് വല്ല പാരൽ കോളേജിലോ അല്ലെങ്കിൽ പൊതുപരീക്ഷയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാതിരിക്കുമോ? പഠിക്കാൻ അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പഠിക്കാൻ നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക്, മാർക്കുള്ള കുട്ടികൾക്ക് ഇവിടെ യാതൊരു അവസരം കിട്ടുന്നില്ല എന്ന് പത്രക്കാർക്കറിയാം. എല്ലാവർക്കും അറിയാം. നിങ്ങൾ ആരും അത് ഡിസ്പ്യൂട്ട് ചെയ്യില്ലല്ലോ. ഞാൻ പറയുന്നല്ലോ, നിങ്ങൾ ആരും ഡിസ്പ്യൂട്ട് ചെയ്യില്ല. ഈ അധിക ബാച്ചുകൾ അനുവദിക്കാൻ കഴിയില്ല എന്ന് തന്നെ ഓപ്പണെ പറഞ്ഞിട്ടുണ്ടോ? ഈ അധിക ബാച്ച് അനുവദിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞാൽ മതി. അത് വിദ്യാർത്ഥികളുടെ അവകാശമല്ല. ആ അവകാശം നേടിയെടുക്കാൻ വേണ്ടി പിന്നെ പ്രക്ഷോഭമാണ് മാർഗം. ആ മാർഗത്ത് എന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞല്ലോ. വളരെ ഗൗരവമായിട്ടാണ് ഞങ്ങൾ അങ്ങനെയുള്ള ഒരു നിസ്സംഗ ഭാവത്തെ കാണുന്നത്. തീർച്ചയായിട്ടും അതിനെതിരായി വളരെ ശക്തമായ പ്രക്ഷോഭത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കും. അതുപോലെ തന്നെ പ്രതിപക്ഷം തീർച്ചയായിട്ടും. നേരത്തെ വാർത്തകളോട് മന്ത്രി പ്രതികരിച്ചത് മലപ്പുറം വികാരം വിളക്കുന്നതാണ്. ഇപ്പോൾ 2ാം തവണ വീണ്ടും ഈ വിഷയം വരുമ്പോൾ മന്ത്രിയുടെ പ്രതികരണം അധിക ബാച്ച് അനുവദിക്കില്ല, രാഷ്ട്രീയമായ പ്രേരിതമാണെന്ന്. തുടർച്ചയായ വിദ്യാഭ്യാസം ഈ വിഷയത്തിന്റെ ഒരു മെറിറ്റിൽ നിൽക്കുക. ആവശ്യമില്ലാത്ത ആംഗിളിലേക്ക് ഇത് കൊണ്ടുപോകണ്ട, ഞങ്ങളായിട്ട് കൊണ്ടുപോകാൻ. പക്ഷേ വളരെ ഗൗരവമായിട്ട് ഉള്ളൊരു വിഷയമാണ്. അതിൽ ഗവൺമെന്റ് താഴോട്ടിറങ്ങണം, അധിക ബാച്ചുകൾ അനുവദിക്കണം. ഇല്ല എങ്കിൽ ശക്തമായ പ്രശ്നമാണ്. ആദ്യഘട്ടത്തിൽ SKS സമരം നടത്തി, മുസ്ലിം ലീഗ് ഒരു സമരവുമായിട്ട് മുന്നോട്ട് നടത്തി. എല്ലാവരും ഇറങ്ങും.
ഒരു കൂട്ടരായിരിക്കില്ല. കാരണം ഇത് എല്ലാവരുടെയും പ്രശ്നമാണ്. ഈ സമരം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം മാത്രമായിരിക്കും, എല്ലാവരും ഉണ്ടാവും. ഇതിൽ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന എല്ലാവരും ഈ വിദ്യാഭ്യാസ അവഗണനയ്ക്കെതിരായി പ്രക്ഷോഭവുമായി രംഗത്ത് വരും. എല്ലാ വർഷവും ഇങ്ങനെ സമരം നടത്തി സീറ്റ് നേടിയെടുക്കേണ്ടി വരിക എന്നുള്ള ശരിക്കും പ്രതികരണം ഗവൺമെന്റ് ചിന്തിക്കേണ്ടതാണ്. എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്ന ഒരു ഇതോട് പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളോട് ഇങ്ങനെ കാണിക്കുന്നത് എന്തിനാണെന്നുള്ളത് ആ ചോദ്യത്തിന് ഉത്തരവാദമാണ്. ഗവൺമെന്റിനോടാണ് ചോദിക്കുന്നത്, എന്തിനാണ് ഗവൺമെന്റ് ഇങ്ങനെ ചെയ്യുന്നത്? ഗവൺമെന്റിന് ബാക്കി എന്തിനെല്ലാം പണം ചെലവാക്കുന്നു, അതുകൊണ്ട് കുറച്ചധികം ബാച്ചുകൾ അനുഭവിച്ചൂടെ? നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.